അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പോകട്ടോ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഇപ്പോൾ ഒരു 7:30 ആയിട്ട് 7:30 അല്ല 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്തൊരു സ്ഥലം കണ്ടിട്ട് നമുക്ക് തിരിച്ച് വരാനായിരുന്നു പ്ലാൻ. എന്നിട്ട് ഇവിടുന്ന് ലഗേജ് എടുത്തോട്ട് പോകാനായിരുന്നു പ്ലാൻ കേട്ടോ. പക്ഷേ അതിന് നമുക്ക് ഈ സ്ഥലത്തോട്ട് ഇടയ്ക്കേ ബസ്സുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ലഗേജൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളിവിടുന്ന് ഇറങ്ങുക. അപ്പോൾ നമ്മൾ ലുസൻ എന്ന് പറഞ്ഞ സിറ്റിയിലാട്ടോ അടുത്ത വന്നിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിൽ ഏകദേശം ഒരു മിഡിൽ പോർഷനായിട്ട് വരുന്ന സ്ഥലമാട്ടോ. ഇപ്പം നമ്മൾ ചാപ്പൽ ബ്രിഡ്ജിലോട്ടാട്ടോ പോകുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ലുസിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചാപ്പൽ എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടോ പോകുന്നത്. അപ്പം നമ്മൾ ലഗേജൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അവിടെ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് സെർമാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. ഇപ്പോൾ രാവിലെ ഒരു 8:45 9 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷെ നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമ്മായിട്ടുള്ളൊരു ക്ലൈമറ്റൊക്കെയാണ്. അപ്പോൾ ഡിമ്മായിട്ടുള്ള ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു. ഇവിടെ വന്നു. ഇവിടുന്ന് കണ്ടിട്ട് നമ്മൾ വേറെ ഒരു സ്ഥലം കൂടെ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതുകൂടെ കണ്ടിട്ട് നമ്മൾ പുതിയ ഹോട്ടലിലോട്ട് ഇന്ന് മാറുന്നു കേട്ടോ. അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചേ. എനിക്ക് ഇന്നലെ തണുപ്പടിച്ചിട്ട് നല്ലതായിട്ട് കോൾഡില്ല, പക്ഷെ ഒരു അടപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഫുള്ള് ഫ്ലവേഴ്സ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലാണെങ്കിലും ശരി അവർ മാക്സിമം ഫ്ലവേഴ്സ് പ്ലാന്റ്സ് ഒക്കെ വീടിൻ്റെ എന്താ സ്റ്റേഴ്സും ഒക്കെ ഫുള്ളായിട്ട് പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട് എത്രത്തോളം മനോഹരമാക്കാം അതുപോലെ മനോഹരമാക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഞാൻ കാണിച്ചു തരാവേ. ഇതേണ്ടേ ഇത്. പക്ഷേ വീഡിയോയിൽ ഇത്ര ഭംഗിയില്ല, കാരണം ലൈറ്റിംഗ് വളരെ കുറവാണ്. എന്നുവെച്ചാൽ നല്ലതായിട്ട് ലൈറ്റിംഗ് ഇല്ല, ഒരു മൂടിയ ഒരു കാലാവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ഇതിൽ ഭംഗി അറിയില്ല. നേരിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അതായത് അടിപൊളി ഫ്ലവേഴ്സൊക്കെ ആട്ടോ ഹാങ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വീടുകളിലാണെങ്കിൽ പോലും ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ എപ്പോഴും അത് വിൻഡോസിൻ്റെ വെളിയിലായിട്ട് ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്, അവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിടുന്നത് കാണാം. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇങ്ങനെ നല്ല ക്ലിയർ വാട്ടർ ആട്ടോ. പക്ഷേ മീനുകളെയൊന്നും ഞാൻ കാണുന്നില്ല അല്ലേ? മീനൊന്നും ഇല്ലേ ഇവിടെ? മീനൊന്നും കണ്ടില്ല ഞാൻ. പക്ഷെ നല്ല ക്ലിയർ, നല്ല ഈ കല്ലൊക്കെ അങ്ങ് ഉള്ളിലുള്ളതാണ്. പക്ഷെ നല്ല ക്ലിയർ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നോർമൽ നമ്മുടെ സാധാരണ നാട്ടിലൊക്കെ കാണുന്ന ടൈപ്പിൽ താറാവ്, പിന്നെ അരയന്നം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പോകുന്ന 2 പേരാട്ടോ നമ്മുടെ കൂടെ താമസിച്ചവരാട്ടോ. അവർ ഇങ്ങോട്ട് തന്നെ ആയിരുന്നു. നമ്മൾ ഇപ്പം കണ്ട ആ ഒരു ബ്രിഡ്ജില്ലേ, അങ്ങോട്ട് കയറുക. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളാണെങ്കിലും ശരി മിക്ക കാര്യങ്ങളും അവർ കൂടുതലും വുഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഭംഗി എപ്പോഴും എന്തായാലും ഉണ്ടാവും. ഫുള്ള് പിന്നെ അതുപോലെ തന്നെ ഓടാണ് കേട്ടോ മീനിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ പോലൊരു ഒരു വൈബുണ്ട് ഇവിടെ വന്നപ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എന്താന്ന് അറിയാൻ വേണ്ടി ഏട്ടൻ പെട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിൽക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് കയറിയിട്ട് നമ്മളൊരു സ്തൂപം പോലെ സംഭവം കണ്ടില്ലേ, അതിനകത്തിൽ വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. പെട്ടിയൊക്കെ ലഗേജ് ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രാവൽ ചെയ്യാൻ. അപ്പോൾ നമ്മളെന്തായാലും ഹോട്ടലിലോട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത് ലഗേജൊക്കെ ആയിട്ടാട്ടോ എടുത്തിരിക്കുന്നത്. ആ സ്തൂപം പോലെ അതിനകത്ത് ഇങ്ങനത്തെ ലൈറ്റൊക്കെ ഇട്ട് അവർ ഞാൻ കറക്റ്റ് ടൈമിലാണ് വന്നത്. ഇവിടെ ആക്സറീസ് ഉണ്ട്. ഓക്കെ,
എന്തൊക്കെയോ സംതിങ് ലിക്കേഴ്സൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ. ഡ്രൈ ജിന്ന് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ കേട്ടോ. ഇതാട്ടോ സ്തൂപവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതത്രേ ഉള്ളൂ, നമുക്ക് കയറാൻ പറ്റില്ല. കയറാം, ആ കടയിലേക്കായിരിക്കും കയറുന്നത്. അപ്പോൾ അങ്ങനെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങാം കേട്ടോ, അതേ ഉള്ളൂ സംഭവം. ഈ ബ്രിഡ്ജിൻ്റെ ഹിസ്റ്ററി കാണിക്കുന്ന ഒരുപാട് പെയിൻറ്റിങ്സ് ഒക്കെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അവിടെ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 19th സെഞ്ച്വറിയിൽ കഴിപ്പിച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. അപ്പുറത്തെ ഓൾഡ് ആയിട്ടുള്ള ആ ഒരു സിറ്റി ഇപ്പോഴത്തെ സിറ്റിയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിഡ്ജ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി നമ്മൾ തന്നെ ഈ ബ്രിഡ്ജിലോട്ട് കയറാൻ പോകട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്നത് എൻ്റെ കെട്ടിയവനല്ലേ. ഇതാട്ടോ, ഇവിടെ നല്ല വ്യൂ ആട്ടോ. ആക്ച്വലി ഇതൊന്നും വീഡിയോയിൽ വീഡിയോയിൽ എനിക്ക് അത്ര ഭംഗി തോന്നില്ല. നേരിട്ട് നല്ല ഭംഗിയാട്ടോ. ഈ പൂക്കളൊക്കെ നല്ല കളർഫുള്ളാണ്, പക്ഷെ വീഡിയോയിൽ എന്തായാലും ഡിമ്മായിട്ടാണ് കാണുന്നത്. 17th സെഞ്ച്വറിയിലാണ് ഈ ഒരു പാലം പണി കഴിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഈ പാലം ഇടയ്ക്ക് തീപിടുത്തമൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് പെയിൻറ്റിങ്സും ഒക്കെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അവർ അതിൽ നിന്നൊക്കെ കുറേ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള പെയിൻറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു പള്ളിയാട്ടോ. അപ്പോൾ ഈ പള്ളിയുടെ അകത്ത് കയറാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ജസ്റ്റ് അവിടോട്ട് കയറി. അവിടെ കുറച്ച് നേരം നമ്മൾ എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ട് നമ്മൾ ക്രൂസിൽ അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് സിസ്പാസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്തു. ഒരുപാട് ടൈം അവിടെ നമ്മൾ ജസ്റ്റ് അപ്പുറത്തെ സൈഡിലേക്ക് അത് നിങ്ങൾക്ക് ടൈം ഉണ്ട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയിരിക്കണം കേട്ടോ. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തിൽ കൂടെ അത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. ഞങ്ങൾക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ച് പോയെങ്കിലും ഞങ്ങൾക്ക് ടൈമിന് ക്രൂസ് വന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് ഇങ്ങ് പോകുന്നു. നമുക്ക് ട്രെയിനിന് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ വേണ്ടി ട്രെയിനിന് ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഒരു അരമണിക്കൂർ കൂടുതൽ വെയിറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു കുറച്ചുകൂടെ ടൈം എടുക്കും വരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ വേണ്ടാന്ന് വെക്കുക കേട്ടോ ചെയ്തത്. എനിക്കറിയത്തില്ല ഇതിൽ നമ്മളെ കയറ്റുമോ ചോദിച്ചിട്ട് പല പല സ്ഥലത്തോട്ട് പോകുന്നത് കാര്യം പഠിച്ചത്. എല്ലാവരും അതാ കഴിക്കുന്നത് ബണ്ണ്. ഓ വേണ്ട
വെൽക്കം ടു ലൂസറി ടൈം എത്രയായി? മിൽക്കോൺ. ജലീബയ്ക്ക് പോകും. ഈ ബസ്സൊക്കെ കണ്ടോ? ജസ്റ്റ് ബസ് വരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ ബസ് സ്റ്റേഷനും അതുപോലെ റെയിൽവേ സ്റ്റേഷനും ഒക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് നമുക്കിപ്പോൾ ട്രെയിന് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിൻ പിടിച്ചിട്ട് സെർമാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് പോവാം കേട്ടോ. കുറച്ചേറെ ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോവാം. 7ഉം 10ഉം ആണല്ലേ. ഇതാണോ? സീറ്റ് പിടിച്ചിട്ട് ഞാൻ അല്ല, ബ്രെഡിനോട് എന്താ കഴിക്കാൻ? അങ്ങനെ നമ്മൾ സെർമാറ്റ് എന്ന് പറഞ്ഞ സിറ്റിയിലെത്തി. അവിടെ നിന്ന് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ സ്ഥലത്തോട്ടെ. അപ്പോൾ നമ്മുടെ സ്ഥലത്തെത്തി. ഈ മല ഏതാണെന്ന് മനസ്സിലായോ? ടൊബ്ലറോൺ ഇല്ലേ, അതിൻ്റെ മലയാട്ടോ. നമ്മൾ അതിനടുത്താട്ടോ റൂം എടുത്ത്. നാളെ ഈ കേബിൾ കാർ വഴി നമ്മൾ ആ മലയിലാട്ടോ പോകുന്നത്, നാളെ രാവിലെ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള റൂമാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചു ഇത് നമുക്ക് ബാൽക്കണി എന്നുള്ള വ്യൂ അതാണ്, പക്ഷെ നമുക്ക് റൂം അപ്പുറത്തെ സൈഡാട്ടോ കിട്ടിയത്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ രാത്രിയായി എത്തി. അതുകൊണ്ട് തന്നെ നമ്മൾ ബാൽക്കണി കയറി നിന്ന് വ്യൂ ആസ്വദിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ നമുക്കത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാനൊന്നും പോയില്ല. നമ്മൾ ജസ്റ്റ് റൂം എടുത്തു, അങ്ങോട്ട് കയറാൻ പോവാം.
ഇതാട്ടോ നമുക്ക് കിട്ടിയ റൂമും കാര്യങ്ങളും. അത്യാവശ്യം നല്ല റൂമാണ്. 4 സ്റ്റാറോ 3 സ്റ്റാറോ ഏതാണ്ട് 4 സ്റ്റാർ ആണെന്ന് തോന്നുന്നു കേട്ടോ ഹോട്ടൽ. കുഴപ്പമില്ല, വലിയ റൂമൊന്നുമല്ല, അത്യാവശ്യം ഒതുങ്ങിയ ഒരു റൂം. തടിയാണ് 4 വശം കേട്ടോ, അത്യാവശ്യം നല്ല ക്ലീനൊക്കെയാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഏതിൻ്റെയാണ്, ടേസ്റ്റി നിബിൾസിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി ഫുഡ് കഴിച്ചിട്ട് പുറത്തോട്ട് പോകാനാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ വന്ന സിറ്റി ഉണ്ടല്ലോ, ആ സിറ്റി ഏരിയയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയ പ്ലാൻ. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇതാട്ടോ. അപ്പോൾ നമ്മളൊന്ന് സിറ്റി വാക്കിന് പോലെ അവിടെ ആ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാം, ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ടേ. അങ്കമാലി മാങ്ങാക്കറി, ഉള്ളിത്തീയൽ, പിന്നെന്ത് ഗീ റൈസ്, മട്ട റൈസ്, അതുപോലെ തന്നെ കപ്പപ്പുഴുക്ക്, ഇത്രയുണ്ട്. ഉണ്ട്, ഞാൻ എടുത്തില്ലെന്നേ ഉള്ളൂ, എല്ലാം എടുക്കുക. കപ്പ, മട്ട റൈസ്, കൊള്ളാവോ? കുഴപ്പമില്ല, മാങ്ങാക്കറിക്കാണല്ലോ മിക്സ് ചെയ്തോ നീ? കൊള്ളാല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. തീരെ ഒഴിക്കാം, ഞാൻ കുറച്ച് ഒഴിച്ചു. നിറയെ കൊട്ടില്ല കപ്പ കൊള്ളാം. പ്ലേറ്റ് വിളിച്ചോ. ദേണ്ടേ, ഇതാണ് ടൂറ്. വയറ് നിറച്ച് ചോറും വാരി കൊടുത്ത് ഉണ്ണിച്ച് ദേണ്ട ഇവിടെ കിടപ്പുണ്ട്. വരാൻ പറഞ്ഞപ്പോൾ ട്രസ്റ്റ് എടുക്കുവന്ന് പൈസയും കൊടുത്ത്. എത്ര രൂപയാണ് ഇവിടുത്തെ ഹോട്ടലിന് ഇതിന്? എത്ര? ഈ ഒരു 1500 ദറംസ്. 1500 ദറംസ് എന്ന് പറയുമ്പോൾ നാട്ടിലെ കൺവേർട്ട് ചെയ്യുമ്പോൾ 35,000 രൂപയും കൊടുത്തതേ ഇവിടെ കിടപ്പുണ്ട്. വീട്ടിൽ സ്ഥലമില്ലാത്ത ഇവിടെ. എഴുന്നേക്ക് ജീവ. നിർത്തുന്നില്ല, നാട്ടുകാരറിയട്ടെ ഇതാണ് ഇവിടെ ടൂറെന്ന്. ചോറ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, എല്ലായിടത്തും നടക്കും. ചോറുണ്ടാ പിന്നെ പ്രശ്നം, ചോറ് തരത്തില്ല. കാര്യമായി ചോറ് ബാക്കി എടുക്കാഞ്ഞത്. ഹായ്. അങ്ങനെ ഒരുവിധം അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ഞങ്ങൾ വൈകിട്ട് ഒന്ന് സിറ്റി വാക്കിന് വേണ്ടി പോവാം കേട്ടോ. പക്ഷെ അതിൻ്റെ ടോപ്പ് നമുക്ക് ഇതുവരെ കാണാം കേട്ടോ. പോയാലോ? ഇപ്പം ബസ് വരുമോ? ടൈമായോ? നാളെ എവിടെ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞില്ലേ? നീ ഇവിടെ നിൽക്കി, ബസ് വരെ ഞാൻ പോയി കണ്ടിട്ട് പോകും. എന്തുവാ നോക്കട്ടെ. നമ്മുടെ നാട്ടിൽ നമ്മൾ വിലയ്ക്ക് ക്രിസ്മസ് ട്രീ മേടിക്കത്തില്ലേ? ഇതേ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, എന്ത് ഭംഗിയില്ല. ഇത് പക്ക ക്രിസ്മസ് ട്രീ പോലെ തന്നെയല്ല നമ്മൾ വിലയ്ക്ക് മേടിക്കുന്ന പോലത്തെ. അപ്പം നമ്മൾ വിലയ്ക്കൊക്കെ മേടിക്കുമ്പോൾ അതിലേ ഒരു വൈറ്റ് ഷെയ്ഡ് കലർന്നിട്ടുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും, ഗ്രീനല്ലേ എന്തിനാ വരും, അപ്പം മഞ്ഞ് മൂടി കിടക്കുന്ന രീതിയിലൊക്കെ ഞാൻ. പക്ഷെ ആ കളറും ഉണ്ട്. ഇത് മഞ്ഞ് മൂടി നിൽക്കുന്നതല്ല, എൻ്റെ കളർ തന്നെ അങ്ങനെയാണ്. ഇതെല്ലാം ക്രിസ്മസ് ട്രീയാണ്, പക്ഷേ ഇതിനൊന്നുകൂടേക്ക് ഭംഗി തോന്നി. അവിടെയുണ്ട് അങ്ങനത്തെ. ഇപ്പം നമ്മൾ താമസിക്കുന്ന റൂമിനടുത്തുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ പുഴ പോകുന്നുണ്ട് കേട്ടോ താഴെ. അവിടെ ഇറങ്ങി ചെല്ലണം. എങ്ങനെ ഇറങ്ങുന്നതെന്ന് അറിയില്ല, ഇച്ചിരി റിസ്ക്കിയാണ്. താഴോട്ട് ഇറങ്ങണം. മലയില്ല വൈറ്റ്, അത് ഫുള്ളുണ്ട് കേട്ടോ. മുകളിലോട്ട് ഭയങ്കര ഇതിലുണ്ട്. പക്ഷെ അതും എന്താ പറയുക, മഞ്ഞല്ല മേഘം മൂടിക്കിടക്കാം. മഞ്ഞോ മേഘം എന്തൊക്കെയോ മൂടിക്കിടക്കാം. പക്ഷെ നമുക്ക് വ്യൂ അത് കിട്ടില്ല. നമ്മുടെ റൂമിന് ആ വ്യൂ കിട്ടത്തില്ല. കാരണം അപ്പുറത്തെ സൈഡായിട്ട് ഇപ്പുറത്തായിരുന്നു നല്ലതായിട്ട് ആ വ്യൂ കിട്ടിപ്പോയിന്. കുഴപ്പമില്ല. പക്ഷെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാം. നമ്മൾ റൂമിൽ ബാൽക്കണി ഇരുന്നാൽ കാണില്ല എന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ബസ് പിടിച്ചിട്ട്
നമ്മുടെ ഫസ്റ്റ് ബസ്സിൽ ഇറങ്ങി ആ ഭാഗമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാം. വൈകിട്ടായല്ലോ, അപ്പോൾ ദൂരത്തേക്ക് പോകുന്നില്ല, അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിൽക്കുക. അപ്പോൾ അപ്പോഴാണ് ഇവിടെ നമ്മളൊക്കെ അറിയില്ലായിരുന്നു, റിവറിൻ്റെ സൗണ്ട് കേട്ടിട്ട് നോക്കിയത്. അപ്പം നല്ല റിവറുണ്ട്, പക്ഷേ താഴോട്ട് ഇറങ്ങിപ്പോകണം. ഇതുവഴി ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല, റിസ്ക്കാണ്. ഓക്കെ, റോഡ് വഴി ഒന്ന് താഴോട്ട് ഇറങ്ങാൻ വഴിയില്ല. അപ്പം അങ്ങനെ എന്താ പ്ലാൻ? യെസ്, അവിടെ റിവറുണ്ട്. പക്ഷെ അങ്ങനെ ഇതാണ്ട് അവിടെ റിവർ വരുന്നത്. റെസ്റ്റോറൻറ്റ് 50 മീറ്റർ. ഇറങ്ങാൻ പറ്റത്തില്ല, നമ്മൾ മുമ്പേ കണ്ടുപോലത്തെ വാലയോ. ഇത് കഴിഞ്ഞിട്ടാണ് എന്താ ഷോപ്പിലാണ്? ബിൽഡിംഗ് പഴയാന്നേ ഉള്ളൂ, ഇരിക്കുന്നത് ലക്ഷങ്ങളുടെ. ഒരെണ്ണം മേടിച്ചാണോ? എൻ്റെ 2 മാലയ്ക്ക് എന്നാ ആദ്യം മേടിച്ചത്. അങ്ങോട്ട് പോയിട്ട് വന്നിട്ടുണ്ടോ? പക്ഷെ ഇരുട്ടാവുന്നതിന് മുമ്പ് എടുക്കണം കേട്ടോ, ഇവിടെ ഫുള്ള് അങ്ങനെയാ. ഈ ഏരിയ ഫുള്ള് ബ്രാൻഡഡ് ഷോപ്പുകളാണ് ഉള്ളത്. അത്യാവശ്യം എല്ലാ ബ്രാൻഡും ഉള്ള ഷോപ്പുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട കപ്സ്, വേണം ഇവിടെ ചീപ്പായിരിക്കും. അതായിരിക്കും. പിന്നെ അവിടെ കണ്ടില്ല നമ്മുടെ ചന്ത പോലെയൊക്കെ വിൽക്കുന്നത്. ഇതൊക്കെ ബ്രാൻഡാണ്. ഇതോ ടിംബർലാൻഡ്, ഈ കാണുന്നതൊക്കെ തന്നെ ഇതൊക്കെ ബ്രാൻഡ് സാധനം. സ്പെഷ്യൽ പുറത്തെടുത്ത് വിറ്റത്. ഇവിടുത്തെ രീതി അങ്ങനെയായിരിക്കും. ചെറിയ കാര്യമല്ല, മണ്ടയ്ക്ക് പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്ന ആളിയാ. അതാ പറഞ്ഞ ചെറിയ കാര്യമൊന്നും അല്ല. അല്ല അത് നന്നായിട്ട് പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ പട്ടി. ഇവിടൊക്കെ പശുക്കളുടെ ഒക്കെ കഴുത്തിലിട്ട് കൊടുക്കുന്ന, നമ്മുടെ നാട്ടിലൊക്കെ കയറിലിട്ട് കൊടുക്കുന്നത്, ഇവിടെ പശുക്കളുടെ ഒക്കെ കഴുത്തിലിട്ട് കൊടുക്കുന്ന മണിയാട്ടോ ഇത്. പല റേറ്റ് പല സൈസിലേക്ക് അവൈലബിൾ ആണ്.
രാത്രി വിൻഡോ തുറന്നപ്പോൾ ഞങ്ങളുടെ വ്യൂ. പിന്നെ ആൾക്കാർ എൻ്റെ ദൈവമേ രാത്രിയിൽ അങ്ങനെ ഞങ്ങൾ സിറ്റി വാക്ക് കഴിഞ്ഞ് തിരിച്ച് വന്ന് കിടന്നുറങ്ങി കേട്ടോ. ഭയങ്കര ക്ഷീണമായിപ്പോയി. നല്ല യാത്രയാണ്, അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ താഴെ ആടാട്ടോ, അപ്പോൾ അതിൻ്റെ കരച്ചിലൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. പിന്നെ ക്ഷീണം കാരണം നമ്മൾ അറിഞ്ഞു, നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആ മലയിൽ കയറുന്ന വീഡിയോ ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരെയ്ക്കും ബായ്.